ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷന് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും പല പ്രമുഖരും പരാജയപ്പെട്ടു. എന്നാൽ പരാജയപ്പെട്ടവരെല്ലാം തന്നെ പരാജയം അംഗീകരിക്കുകയും ജയിച്ചവരെ അനുമോദിക്കുവാൻ മനസ്സാന്നിധ്യം കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒട്ടും റീസണബിൾ അല്ലാത്ത ഒരു കമന്റ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞത് ബംഗാളിലും ആസാമിലും NDA BJP വിജയം മോഷ്ടിച്ചെടുത്തു എന്നാണ്. ഇത് തികച്ചും ഉത്തരവാദിത്തരഹിതമായ ഒരു പ്രസ്താവനയാണ്. നിലവിൽ BJP ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി. ഈ ചൈനയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ അംഗസംഖ്യ വളരെ കുറവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയായ BJPക്ക് ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ഇലക്ഷനിൽ വിജയം മോഷ്ടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ 8-10 സീറ്റ് അങ്ങനെ എടുക്കാതിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ഇനി തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ വിജയുടെ പാർട്ടി രൂപീകരിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ അവർ അപ്രതീക്ഷിതമായ ഒരു തകർപ്പൻ വിജയം തമിഴ്നാട്ടിൽ നേടിയിരിക്കുകയാണ്. ഒരു എക്സിറ്റ് പോൾ കാരണം വിജയ് നേതൃത്വം നൽകുന്ന TVK തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ BJPക്ക് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണം ശരിയാണെങ്കിൽ BJPക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ കുറെ സീറ്റുകൾ മോഷ്ടിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി ആന്ധ്ര ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ ഇന്നും വട്ടപൂജ്യമാണ്. BJP ഇന്ത്യ ഭരിക്കുന്നതും ബംഗാളിലും അസാമിലും വിജയിച്ചതും അവരുടെ കഠിനാധ്വാനം കൊണ്ടും വർഷങ്ങളായുള്ള ഹോംവർക്ക് വിജയിച്ചതുകൊണ്ടുമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, വിജയിക്കുവാൻ കുറുക്കുവഴികൾ ഒന്നുമില്ല. ഇനി പഴയ പാരമ്പര്യങ്ങളും പഴയ പ്രതാപവും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വിജയിക്കണമെങ്കിൽ നല്ല ഹോംവർക്കും നല്ല കഠിനാധ്വാനവും ആവശ്യമാണ്. ആയതിനാൽ വിജയിച്ചവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. തോൽവി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർവാധികം ശക്തിയായി തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരുണത്തിൽ ശ്ലാഘനീയമായ കാര്യം. വിജയം മോഷ്ടിച്ചെടുത്തു എന്ന് പറയുന്നതൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം രാജിവെക്കാൻ താമസിപ്പിച്ചുകൊണ്ട് ബംഗാളിൽ മമതാ ബാനർജിയും ചില വൃത്തികെട്ട പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചു. ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും ഗിമ്മിക്സുകളും ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ അപകാശരാകാൻ മാത്രമേ ഇടവരുത്തുകയുള്ളൂ എന്ന് ഇതുപോലുള്ള നേതാക്കൾ മനസ്സിലാക്കിയാൽ നന്ന്. ഇലക്ഷനിൽ തോറ്റിട്ട് വൃത്തികെട്ട ന്യായീകരണങ്ങൾ നടത്തുന്നത് കഴിവില്ലായ്മ മാത്രമായി ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിലും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്.